അത് പിന്നെ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കാനുള്ള അത് ഫീഡ് ചെയ്ത് കൊടുത്തത് എന്തിനാണ് സാർ? ആര് ഫീഡ് ചെയ്ത് കൊടുക്കുക? അല്ല, ഇനി അങ്ങനെ ഒരു കാര്യം രാഹുൽ ഗാന്ധി പറയണമെങ്കിൽ രാഹുൽ ഗാന്ധി ഈ അദാനിയുടെ പേര് അവിടെ പരാമർശിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും രാഷ്ട്രീയ ദുരൂഹതയുണ്ടോ, പ്രഹേളികയുണ്ടോ, ആരെങ്കിലും അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചോ? ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള അന്വേഷണാത്മക ബാന്ധവ്യ പ്രവർത്തകർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ദിവസം വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇതിൻ്റെ പുറകെ പോകും. എന്നാൽ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കും. ചില ക്ലൂ ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ലോഡർ ക്വസ്റ്റാണത്, എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി അദാനിയുമായി ചില രഹസ്യ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു. അതിനിടെയാണല്ലോ ഇങ്ങനെ ഒരു പരാമർശവും വിവാദമൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങളുടെ ചാനലിൽ ഞാൻ വാർത്ത കൊണ്ടു, അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ എങ്ങോട്ടോ പോയെന്നോ, ബാംഗ്ലൂരേക്കോ മംഗലാപുരത്തേക്കൊക്കെ പോയെന്നോ, അവിടെ അദാനിയുടെ പ്രതിനിധികളെ കണ്ടു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ കണ്ടു. അതിനപ്പുറം ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല. എന്നാ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അതേക്കുറിച്ച് വ്യക്തമാക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നാ കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇന്ത്യ അലയൻസ് യോഗത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടതുപക്ഷത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അദാനിയെ ഉപയോഗിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേക വിമാനത്തിലുള്ള പറക്കലിനെക്കുറിച്ച് കൂടി വിശദമാക്കേണ്ടി വരും. അതല്ലെങ്കിൽ അദ്ദേഹം വിശദമാക്കണമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിച്ചത്.